കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, വീണ്ടും നമുക്ക് ഒരു പുതിയ ദിവസം കൂടെ കർത്താവ് ദാനം തന്നിരിക്കുകയാണ്. സംഭവബഹുലമാകുന്ന ഈ ലോകത്തിൽ, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ നമ്മുടെ ആയുസ്സിനെ ദീർഘിപ്പിച്ച് ഒരു പുതിയ ദിവസത്തിൻ്റെ പുലർകാലം കൂടെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിച്ചല്ലോ. നന്ദിയോടെ സ്തോത്രം. വീണ്ടും നമുക്ക് ഒരുമിച്ച് കണ്ടുമുട്ടുവാൻ കർത്താവ് ഇടയാക്കി. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ വലിയ കൃപകളെ ഓർത്ത് നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. എല്ലാവർക്കും ഞാൻ പ്രഭാത വന്ദനം അറിയിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലായിരിക്കാം. ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്നുള്ള വിഷയമാണ്. കഴിഞ്ഞ 79 എപ്പിസോഡുകളായിട്ട് നാം വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്നുള്ള വിഷയം തുടർച്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നതിൻ്റെ 80ാമത്തെ എപ്പിസോഡിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 9 എപ്പിസോഡുകളിൽ വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്നുള്ള വിഷയത്തോട് ബന്ധപ്പെടുത്തി മരണത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ എന്ന വിഷയമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മരണത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ എന്ന വിഷയത്തിൻ്റെ അവസാനത്തെ ഭാഗമാണ്. 10ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിലെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. വിശുദ്ധ തിരുവെഴുത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 9ാം അധ്യായം അതിൻ്റെ 60ാമത്തെ വാക്യം. ലൂക്കോസ് 9:60. അവിടെ എന്താ വായിക്കുന്നത്? യേശു അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്ക എന്ന് പറഞ്ഞു. ബാക്കി ശ്രദ്ധിച്ചോ. യേശു അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്ക എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് അർത്ഥത്തിലാണ് കർത്താവ് ഈ വാക്യം പറഞ്ഞത്? നമുക്ക് പലപ്പോഴും സംശയം ഉണ്ടാക്കുന്ന ഒരു വാക്യമാണ്. എന്താണ്, എങ്ങനെയാണ് ഈ മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടുന്നത്? ഇവിടെ നമ്മൾ ഈ തിരുവചനം ശരിക്കും പഠിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് ഒരുവനെ വിളിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ വാക്യമാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യത്വത്തിലേക്ക് ഒരു ചെറുപ്പക്കാരനെ വിളിച്ചു. അപ്പോൾ നാം മനസ്സിലാക്കുന്ന ആ ചെറുപ്പക്കാരൻ്റെ പിതാവ് എപ്പോഴും ജീവനോടെയുണ്ട്. പിതാവിൻ്റെ മരണശേഷമായിരുന്നുവെങ്കിൽ അവന് മറ്റു തടസ്സങ്ങളൊന്നുമില്ലാതെ യേശുവിനെ അനുഗമിക്കാമായിരുന്നു. അതുകൊണ്ട് അവൻ യേശുവിനോട് ഇപ്രകാരം പറഞ്ഞത്, നമ്മൾ ആ ലൂക്കോസിൻ്റെ സുവിശേഷം 9:59 വായിക്കുമ്പോൾ, ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരയണം എന്ന് പറഞ്ഞു. അപ്പോൾ യേശു ശിഷ്യത്വത്തിലേക്ക് ഈ യൗവനക്കാരനെ വിളിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം. എന്ന് വെച്ചാൽ അപ്പൻ മരിച്ചു കിടക്കുവാണെന്നല്ല, അപ്പൻ്റെ മരണശേഷം ഞാൻ കർത്താവിനെ അനുഗമിച്ചു കൊള്ളാം എന്നാണ് അവൻ അർത്ഥമാക്കിയത്. അപ്പോൾ യേശു എന്ത് മറുപടിയാണ് പറഞ്ഞത്? യേശു പറയുകയാണ്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കാം. ദൈവത്തിന് സ്തോത്രം. അപ്പം മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ. ഈ ഉത്തരത്തിലൂടെ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? നാം മറ്റെന്തിനേക്കാളും കർത്താവിനെ അനുഗമിക്കുന്നതിന് മുൻതൂക്കം നൽകണം. അപ്പോൾ യേശുക്രിസ്തു ശിഷ്യത്വത്തിലേക്ക് ഒരുവനെ വിളിച്ചപ്പോൾ അവനൊരു തടസ്സം പറഞ്ഞു. എന്നാൽ നമ്മൾ യേശുവിൻ്റെ മറുപടിയിലൂടെ മനസ്സിലാക്കുന്നത്, യേശുവിനെ അനുഗമിപ്പാൻ ഒരുവനെ കർത്താവ് വിളിച്ചാൽ അവൻ മറ്റെന്തിനേക്കാളും യേശുവിനെ അനുഗമിക്കുന്നതിന് മുൻതൂക്കം കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ജീവിതത്തിലുള്ള മറ്റൊന്നും യേശുവിനെ അനുഗമിക്കുന്നതിന് തടസ്സമാകരുത്. നാം തിരുവചനം പഠിക്കുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ മരണാവസ്ഥയിലുള്ളവരെ കുറിച്ചും ആത്മീയമായി മരിച്ചവരെ കുറിച്ചും വചനം പറയുന്നുണ്ട്. പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാമത്തെ വാക്യം. പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാമത്തെ വാക്യം. കാമുകിയായവളോ ജീവിച്ചിരിക്കയിൽ തന്നെ ചത്തവൾ. ഈ വാക്യം എന്താ പറയുന്നത്? കാമുകിയായവളോ ജീവിച്ചിരിക്കയിൽ തന്നെ ചത്തവൾ. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ വാക്കുകൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ എന്ന് പറഞ്ഞാൽ ആത്മീയമായി മരിച്ചവർ തങ്ങളുടെ ശാരീരികമായി മരിച്ചവരെ കുഴിച്ചിടട്ടെ. ലെറ്റ് ദി സ്പിരിച്വലി ഡെഡ് ബറി ദെയർ ഫിസിക്കലി ഡെഡ് എന്ന് പറഞ്ഞാൽ ആത്മീയമായി മരിച്ചവർ തങ്ങളുടെ ശാരീരികമായി മരിച്ചവരെ കുഴിച്ചിടട്ടെ. അപ്പം കർത്താവിനെ അനുഗമിക്കുവാനുള്ള ശക്തമായ വിളി ഉണ്ടാകുമ്പോൾ ഉറച്ച തീരുമാനത്തോടെ നാം കർത്താവിൻ്റെ പിന്നാലെ പോകേണ്ടത് ആവശ്യമാണ്. അതിന് മറ്റ് യാതൊന്നും തടസ്സമാകാൻ
പാടില്ല എന്നാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. അപ്പം മരണത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ എന്നുള്ള വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ധാരാളം സംശയങ്ങൾ വരാറുണ്ട്. വീണ്ടും നമുക്കുണ്ടാകുന്ന മറ്റൊരു സംശയം മത്തായിയുടെ സുവിശേഷം 22:32 ഇങ്ങനെ വായിക്കുന്നു. മത്തായി 22:32, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാകുന്നു എന്നവിടുന്ന് അരുളി ചെയ്യുന്നു. എന്നാൽ അവിടുന്ന് മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. ഈ വാക്യം ഒത്തിരി സംശയം ഉണ്ടാക്കുന്നൊരു വാക്യമാണ്. ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവും എന്നവിടുന്ന് അരുളി ചെയ്യുന്നു. അടുത്ത വാക്യത്തിൽ പറയാണ്, എന്നാൽ അവിടുന്ന് മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. അപ്പോൾ ഇവിടെ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും പേരെടുത്തു പറഞ്ഞ ശേഷം ഞാൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ് എന്ന് പറയുമ്പോൾ അബ്രഹാമും ഇസഹാക്കും യാക്കോബും ഇപ്പോഴും തങ്ങളുടെ മരണശേഷവും ജീവനോടെ ആയിരിക്കുന്നു, സ്വർഗത്തിലായിരിക്കുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് ചോദിക്കുന്നവരുണ്ട്. നല്ല ന്യായമായ സംശയമാണ്. അപ്പം മരിച്ചു പോയാൽ ഒരു വ്യക്തി ഉടനെ സ്വർഗത്തിലോ നരകത്തിലോ പോകുന്നു എന്നുള്ളതിനെ തെളിയിക്കാൻ വേണ്ടി ആളുകൾ സാധാരണ എടുക്കാറുള്ള ഒരു വാക്യമാണ് ഈ വാക്യം. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? നമ്മൾ ഈ വാക്യത്തിലൂടെ കർത്താവ് എന്തിനെപ്പറ്റിയാണ് സംസാരിക്കുന്ന ആദ്യം മനസ്സിലാക്കണം. മരണത്തിൽ മനുഷ്യൻ്റെ അവസ്ഥയെപ്പറ്റിയാണോ കർത്താവ് സംസാരിക്കുന്നത്? അല്ല. പിന്നെയോ പുനരുത്ഥാനത്തെ പറ്റിയാണ് കർത്താവ് സംസാരിക്കുന്നത്. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ആ വാക്യത്തിൻ്റെ തൊട്ട് മുമ്പുള്ള വാക്യം ഒന്ന് വായിച്ചാൽ പിടികിട്ടും. മത്തായിയുടെ സുവിശേഷം 22:31 32 കൂടെ ചേർത്ത് വായിക്കാം. 31-ാമത്തെ വാക്യം എന്താ പറയുന്നത്? മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചോ ദൈവം അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അപ്പം എന്തിനെക്കുറിച്ച് അരുളി ചെയ്തിരിക്കുന്നതാ? മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചോ ദൈവം അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അടുത്ത വാക്യം, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാകുന്നു എന്നവിടുന്ന് അരുളി ചെയ്യുന്നു. എന്നാൽ അവിടുന്ന് മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. അപ്പം അബ്രഹാമും ഇസഹാക്കും യാക്കോബും സ്വർഗത്തിൽ ജീവനോടെ ഉണ്ടെന്നല്ല കർത്താവ് ഈ വാക്യത്തിലൂടെ പറഞ്ഞത്. പിന്നെയോ പുനരുത്ഥാനത്തിൽ അവർ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ്. അപ്പം മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചോ ദൈവം അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചിട്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാകുന്നു. ഞാൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവം അത്രേ. ഇനി ഇത് നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന മറ്റൊരു വാക്യമുണ്ട്. അതായത് മരിച്ചാൽ ഉടനെ ഒരാളങ്ങ് സ്വർഗത്തിലോ നരകത്തിലോ പോകുന്നില്ല. അങ്ങനെ അറിയാം. നമുക്ക് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായം 29-ാമത്തെ വാക്യം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായം 29-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, സഹോദരന്മാരായ പുരുഷന്മാരെ, ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് അവൻ മരിച്ചു അടക്കപ്പെട്ടു എന്നെനിക്ക് നിങ്ങളോട് ധൈര്യമായിട്ട് പറയാം. അവൻ്റെ കല്ലറ ഇന്നുവരെ നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ. ഇവിടെ ആരെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ദാവീദിനെ കുറിച്ചാണ്. അവിടെ പറയാണ്, സഹോദരന്മാരായ പുരുഷന്മാരെ, ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് അവൻ മരിച്ചു അടക്കപ്പെട്ടു എന്നെനിക്ക് ധൈര്യമായിട്ട് നിങ്ങളോട് പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ കല്ലറ ഇന്നുവരെ ഇവിടെ ഉണ്ട്. ഇനി അതിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ദാവീദ് സ്വർഗാരോഹണം ചെയ്തില്ലല്ലോ. അപ്പോൾ മരിച്ച ദാവീദ് എന്ത് ചെയ്തില്ല? സ്വർഗാരോഹണം ചെയ്തിട്ടില്ല. അപ്പോൾ കർത്താവിൻ്റെ 2-ാമത്തെ വരവ് വരെ ദാവീദ്, അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും ഇവരെല്ലാവരും എന്താണ്? മരിച്ച വിശുദ്ധന്മാരെല്ലാം മരണമാകുന്ന ഉറക്കത്തിലും വിശ്രമത്തിലുമാണ്. കർത്താവിൻ്റെ 2-ാമത്തെ വരവെങ്കിൽ മാത്രമേ അവർ മരണമാകുന്ന ഉറക്കം വിട്ടുണരത്തുള്ളൂ, മരണമാകുന്ന വിശ്രമം വിട്ടെഴുന്നേൽക്കത്തുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി വീണ്ടും മത്തായിയുടെ സുവിശേഷം 10:28 ഒരു വാക്യമുണ്ട്. മത്തായി 10:28, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. അതിനടുത്ത വാക്യത്തിൽ, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവീൻ. ഇംഗ്ലീഷിൽ, ബട്ട് റാദർ ഫിയർ ഹിം which is able to destroy both soul and body in hell. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ ബോഡി, സോൾ, അതായത് ദേഹം, ദേഹി എന്നീ പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരെങ്കിലും നമ്മുടെ ദേഹത്തെ കൊന്നാലും ഭയപ്പെടേണ്ട. കാരണം എന്താണ്? അവർക്ക് ദേഹത്തെ മാത്രമേ കൊല്ലാൻ കഴിയത്തുള്ളൂ, എന്നാൽ ദേഹിയെ കൊല്ലുവാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ദേഹി എന്നുള്ളതിന് സോൾ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ആത്മാവെന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പോൾ സോൾ, ദേഹിയെ കൊല്ലുവാൻ
കഴിയാത്തവരെ ഭയപ്പെടേണ്ട. അപ്പോൾ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പലരും ചിന്തിക്കുന്നത് ദേഹം മരിക്കുന്നു, ദേഹി ജീവനോടെ സ്വർഗത്തിലോ നരകത്തിലോ ആയിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ പലപ്പോഴും ഉപരിപ്ലവമായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് പല വാക്യങ്ങളുടെയും അർത്ഥം നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കാത്തത്. ഇവിടെ നമുക്ക് സംശയമുണ്ടാക്കുന്ന പദങ്ങൾ ബോഡി ദേഹം, സോൾ ദേഹി എന്നീ പദങ്ങളാണ്. ഓക്കെ, എന്താണ് ഈ ദേഹം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബോഡി എന്ന് പറഞ്ഞാൽ? നമ്മൾ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു. ആ നിലത്തെ പൊടി കൊണ്ട് നിർമ്മിച്ച ജീവനില്ലാത്ത ആ ശരീരത്തിനാണ് ദേഹം അല്ലെങ്കിൽ ബോഡി എന്ന് പറയുന്നത്. നമുക്കറിയാം, മനുഷ്യനെ നിർമ്മിച്ചപ്പോൾ പൊടി കൊണ്ട് ഒരു ബോഡി ഉണ്ടാക്കി. അതിന് ജീവനുണ്ടായിരുന്നോ? ഇല്ല, അത് ദേഹം. ഇനി ഉൽപ്പത്തി 2:7 നമ്മൾ വായിക്കുന്നത് യഹോവയായ ദൈവം നിലത്തപ്പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പോൾ ജീവനില്ലാത്ത ആ ബോഡിയിൽ ദൈവത്തിൻ്റെ ജീവശ്വാസം കൂടെ ചേർന്നപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായിട്ട് തീർന്നു. അപ്പോൾ എന്താ മനസ്സിലായി? ബോഡി പ്ലസ് ദി ബ്രെത്ത് ഓഫ് ലൈഫ് ഈസ് ഈക്വൽ ടു ലിവിങ് സോൾ, ജീവനുള്ള ദേഹി. അപ്പം ബോഡിയും അല്ലെങ്കിൽ ദേഹവും ദൈവത്തിൻ്റെ ജീവശ്വാസവും കൂടെ ചേരുമ്പോഴാണ് അത് ദേഹിയായിട്ട് മാറുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വചനം പറയുന്നു, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. ദേഹത്തെയും ദേഹിയെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിവുള്ളവനെ തന്നെ ഭയപ്പെടുവിൻ എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ ഒരാളെ കൊന്നാൽ അവൻ്റെ ദേഹത്തെ മാത്രമേ കൊല്ലാൻ കഴിയത്തുള്ളൂ. എന്നാൽ അവൻ്റെ ശരീരത്തെ, അവൻ്റെ വ്യക്തിത്വത്തെ നശിപ്പിക്കുവാൻ സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. നാം തിരുവചനം പഠിക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ നിത്യജീവനെ നമുക്ക് ഇല്ലാതാക്കുവാൻ വേറൊരാൾക്ക് സാധ്യമല്ല. ദൈവത്തിന് മാത്രമേ നരകത്തിൽ നമ്മുടെ ദേഹത്തെയും ദേഹിയെയും നശിപ്പിക്കുവാനായിട്ട് സാധ്യമായി തീരുകയുള്ളൂ. കർത്താവിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് നോക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 12:4-5 വാക്യങ്ങൾ എന്താ വായിക്കുന്നത്? എന്നാൽ എൻ്റെ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട. ആരെ ഭയപ്പെടണം എന്ന് ഞാൻ കാണിച്ചു തരാം. കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളവാൻ അധികാരമുള്ളവനെ തന്നെ ഭയപ്പെടുവീൻ. അതെ, അവനെ ഭയപ്പെടുവീൻ ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ്റെ നിത്യജീവനെ നശിപ്പിക്കാൻ സാധ്യമല്ല. അപ്പം ദേഹം, ദേഹി എന്നീ പദങ്ങൾ ജീവൻ, നിത്യജീവൻ എന്നീ അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്തൊരു സംശയം, അപ്പോൾ നമുക്കത് മനസ്സിലായെന്ന് ചിന്തിക്കുന്നു. അതായത് ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുവാൻ കഴിയുന്നവരെ ഭയപ്പെടേണ്ട, ദേഹത്തെയും ദേഹിയെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിവുള്ളവനെ തന്നെ ഭയപ്പെടുവിൻ എന്ന് പറഞ്ഞാൽ, ഒരുവനെ കൊല്ലുന്നാൽ അവൻ്റെ ദേഹത്തെ മാത്രമേ നശിപ്പിക്കുന്നുള്ളൂ. അവൻ്റെ വ്യക്തിത്വത്തെ നശിപ്പിക്കുവാൻ, നിത്യജീവനെ നശിപ്പിക്കുവാൻ കഴിയുന്നതല്ല എന്നുള്ള കാര്യമാണ് വാക്യത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി വീണ്ടും മറ്റൊരു സുപ്രധാനമായ വാക്യം, പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 18-19 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ ശിക്ഷയേൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. അടുത്ത വാക്ക് ശ്രദ്ധിക്കണമേ. ആത്മാവിൽ അവിടുന്ന് ചെന്നു, പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആത്മാവിൽ അവിടുന്ന് ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണ ആളുകൾ പറഞ്ഞെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, കർത്താവ് മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട സമയത്ത്, കർത്താവ് ആ കല്ലറയിൽ ആയിരുന്ന സമയത്ത് എന്ത് ചെയ്തു? അങ്ങ് പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് നോഹയുടെ കാലത്ത് നോഹ പ്രസംഗിച്ചതൊന്നും കേട്ട് മാനസാന്തരപ്പെടാതെ നശിച്ചുപോയ പാതാളത്തിൽ തടവിൽ കിടക്കുന്ന ആത്മാക്കളുടെ അടുക്കൽ ചെന്ന് അവരോട് സുവിശേഷം പ്രസംഗിച്ചു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ മരിച്ചു പോയാൽ ഒരിക്കൽ മനുഷ്യർ സ്വർഗത്തിലോ അല്ലെങ്കിൽ നരകത്തിൽ പോകുന്നു എന്നതിൻ്റെ ശക്തമായ തെളിവല്ല ഈ വാക്യമെന്ന് പറയുന്ന ആളുകളുണ്ട്. നാം വിശുദ്ധ വേദപുസ്തകത്തിൽ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള പല വാക്യങ്ങളിൽ ഒരു വാക്യമാണ് ഈ വാക്യം. അതായത് കർത്താവ് ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്നും നോഹയുടെ കാലത്ത് അനുസരിക്കാതെ നഷ്ടപ്പെട്ട്
യാതനാസ്ഥലത്ത് യാതന അനുഭവിക്കുന്ന ആത്മാക്കളുടെ അടുക്കൽ ചെന്നിട്ട് അവരോട് സുവിശേഷം പ്രസംഗിച്ചു എന്നും ഒക്കെ പ്രസംഗിക്കും നമ്മൾ കേൾക്കാറുള്ളതാണ്. എന്നാൽ ഈ വാക്യത്തെ ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അപ്രകാരമുള്ള തെറ്റായ വ്യാഖ്യാനങ്ങളിലേക്ക് മനുഷ്യൻ പോകുന്നത്. നമുക്ക് ആ വാക്യത്തെ ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചു നോക്കാം. അവിടെ എന്താ വായിക്കുന്നത്? ആത്മാവിൽ അവിടുന്ന് ചെന്നു. ഓരോ വാക്യം ശ്രദ്ധിച്ച് കേൾക്കണം. ആത്മാവിൽ അവിടുന്ന് ചെന്നു. പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് സംസാരിച്ചു. അപ്പോൾ ഒന്നാമതായിട്ട് ഇവിടെ കർത്താവ് എങ്ങനെയാണ് തടവിലുള്ള ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചത്? ആത്മാവിൽ അവിടുന്ന് ചെന്നു എന്നുവെച്ചാൽ ബൈ ദി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിലൂടെ. നമ്മൾ അവിടെ ആത്മാവിൽ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷിൽ എസ് വലിയ അക്ഷരമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്പിരിറ്റ് അല്ലെങ്കിൽ ആത്മാവെന്ന് കൊടുത്തിരിക്കുന്നത് എസ് വലിയ അക്ഷരമായതുകൊണ്ട് അത് പരിശുദ്ധാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്. വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കാൻ എവിടെയെല്ലാം സ്പിരിറ്റ് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം എസ് വലിയ അക്ഷരമാണ്. അപ്പോൾ ഇവിടെ ആത്മാവിൽ അവിടുന്ന് ചെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ അവിടുന്ന്, പരിശുദ്ധാത്മാവിലൂടെയാണ് സംസാരിച്ചത്. ഇനി രണ്ടാമതായിട്ട് എപ്പോഴാണ് പ്രസംഗിച്ചത്? യേശു മരിച്ചടക്കപ്പെട്ട് കല്ലറയിലായിരിക്കുന്ന സമയത്താണോ? അല്ല. നമ്മൾ വാക്യം 19 പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 19 വായിക്കുന്നത്, പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം. അപ്പോൾ എപ്പോഴാണ് പ്രസംഗിച്ചത്? ആത്മാവിൽ. പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയത്താണ് പ്രസംഗിച്ചത്, അല്ലാതെ കർത്താവ് ക്രൂശിൽ മരിച്ച് കല്ലറ അടക്കപ്പെട്ടിരിക്കുന്ന സമയത്തല്ല. വാക്യം വളരെ വ്യക്തമാണല്ലോ. ആത്മാവിൽ അവിടുന്ന് ചെന്നു, പരിശുദ്ധാത്മാവിലാണ് സംസാരിച്ചത്. എപ്പോഴാണ് സംസാരിച്ചത്? പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയത്താണ് പ്രസംഗിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഇനി മൂന്നാമതായിട്ട് ആരിലൂടെയാണ് പ്രസംഗിച്ചത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നോഹയിലൂടെയാണ് പെട്ടകം ഒരുക്കുന്ന സമയത്ത് ലോകത്തോട് പ്രസംഗിച്ചത്. ദൈവത്തിന് സ്തോത്രം. നാലാമതായിട്ട് ആരോടാണ് പ്രസംഗിച്ചത്? തടവിലുള്ള, അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ വേദപുസ്തകത്തിലുടനീളം തടവിലുള്ള ആത്മാക്കൾ എന്ന പ്രയോഗം നമുക്ക് പലപ്പോഴും കാണുവാനായിട്ട് സാധിക്കുന്നു. ഇത് പാപത്തിൻ്റെ ചങ്ങലയിൽ കിടക്കുന്നവരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അപ്പോൾ തടവിലുള്ള ആത്മാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാത്താൻ്റെ ബന്ധനത്തിൽ പാപത്തിൻ്റെ ചങ്ങലയിൽ കിടക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു വാക്യം പറയാം. 142 സങ്കീർത്തനം 7-ാമത്തെ വാക്യം. സങ്കീർത്തനം 142:7. ഞാൻ അങ്ങയുടെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ പ്രാണനെ കാരാഗൃഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. ഇവിടെ സങ്കീർത്തനം എന്താ പറയുന്നത്? ഞാൻ അങ്ങയുടെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ പ്രാണനെ കാരാഗൃഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ വാക്യത്തിലൂടെ പത്രോസ് എന്താ ആണ് വെളിപ്പെടുത്തിയത്? പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയത്ത് കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നോഹയിലൂടെ അന്നത്തെ ലോകത്തിലെ അനുസരണം കെട്ട ജനത്തോട് സംസാരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് കല്ലറയിലായിരിക്കുന്ന സമയത്ത് പാതാളത്തിലിട്ട് ഇറങ്ങിപ്പോയെന്നോ അവിടെ ചെന്ന് അവിടെ പാതാളത്തിൽ തടവിൽ കിടക്കുന്ന ആത്മാക്കളോട് സംസാരിച്ചെന്നോ എന്ന അർത്ഥമില്ല. കാരണം ഒരു മനുഷ്യൻ മരിച്ചാൽ ഉടനെ നരകത്തിലോ സ്വർഗത്തിലോ ഒന്നും പോകുന്നത് വചനം പഠിപ്പിക്കുന്നില്ല. ഇതൊക്കെ മനുഷ്യൻ്റെ തെറ്റായ വ്യാഖ്യാനങ്ങളാണ്. അപ്പോൾ ഇവിടെ കർത്താവ് തൻ്റെ ക്രൂശ് മരണ സമയത്ത് ശരീരം വിട്ടതായിട്ടോ ഭൂമിയുടെ അധോഭാഗങ്ങൾക്ക് ഇറങ്ങിയെന്നോ ഒന്നും ദൈവത്തിൻ്റെ വചനം പറയുന്നില്ല. ഇവിടെ 4 കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒന്ന്, കർത്താവ് പരിശുദ്ധാത്മാവിലൂടെയാണ് സംസാരിച്ചത്. 2, നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയത്താണ് പ്രസംഗിച്ചത്, അല്ല കർത്താവ് മരിച്ചടക്കപ്പെട്ട് ക്രൂശിൽ കല്ലറയിൽ വിശ്രമിക്കുന്ന സമയത്തല്ല. ഇനി മൂന്നാമതായിട്ട് ക്രിസ്തുവിൻ്റെ ആത്മാവിൽ പ്രവാചകനിലൂടെ നോഹയിലൂടെയാണ് പ്രസംഗിച്ചത്. നാലാമതായിട്ട് ഇത് പാപത്തിൻ്റെ ബന്ധനത്തിൽ കിടന്ന അന്നത്തെ ജനത്തോടാണ് സംസാരിച്ചത്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ തിരുവചനത്തിലെ വാക്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടും അതിൻ്റെ വ്യാഖ്യാനങ്ങൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നത് കൊണ്ടുമാണ് പലപ്പോഴും തെറ്റിപ്പോകുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം എല്ലാം വളരെ കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ എന്തു ചെയ്യുന്നു? അവൻ സ്വർഗത്തിലോ നരകത്തിലോ ഒന്നും ഉടനെ പോകുന്നില്ല. നമ്മൾ ലോകത്തിൽ കേൾക്കുന്നതെല്ലാം അങ്ങനെയാണ്. എന്താണ്? നമ്മളൊരു മരണ വീട്ടിൽ ചെന്നാൽ ആളുകൾ എന്താ പറയുന്നത്? പ്രിയ അമ്മച്ചി ഇപ്പോൾ മരിച്ച് അങ്ങ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോയിരിക്കുകയാണ്. അമ്മച്ചിയെ ദൈവത്തിന് വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അങ്ങനെ കൊണ്ടുപോയത്. തന്നെയല്ല, ഒരു പൂന്തോട്ടക്കാരൻ
തൻ്റെ പൂന്തോട്ടത്തെ തനിക്ക് ഇഷ്ടപ്പെട്ട് ഏറ്റവും മനോഹരമായ പുഷ്പം പറിച്ചെടുക്കുന്നത് പോലെ ദൈവത്തിന് അമ്മച്ചി ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് പെട്ടെന്ന് പറിച്ചെടുത്തത് എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ കേൾക്കാം. അതുകൊണ്ട് ഇപ്പോൾ അമ്മച്ചി അങ്ങ് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ അടുക്കൽ ഇരിക്കുകയാണ്, നിങ്ങൾ ആരും വിഷമിക്കേണ്ട. എന്നാൽ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ മരിച്ചാൽ ഉടനെ സ്വർഗത്തിൽ പോകുന്നോ നരകത്തിൽ പോകുന്നോ? ഇല്ല. കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വരുന്നത് വരെ അവൻ മരണമാകുന്ന ഉറക്കത്തിലും വിശ്രമത്തിലുമാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 15 അധ്യായത്തിൽ പറയുന്നുണ്ട്, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അപ്പം മരണമാകുന്ന ഉറക്കത്തിൽ എന്നും ഇങ്ങനെ കിടക്കത്തില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. അപ്പം ജീവനോടിരിക്കുന്നവർ ദൈവം രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അപ്പം മരിച്ചവർ അക്ഷയരായിട്ട് ഉയർക്കുന്നത് എപ്പോഴാണ്? കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ കാഹളം ധ്വനിക്കുമ്പോഴാണ്. അപ്പോൾ അവരെല്ലാം പോയി സ്വർഗത്തിലിരിക്കുകയാണെങ്കിൽ പിന്നെ കാഹളം ധ്വനിക്കേണ്ട കാര്യമല്ല ഇവർ ഉയർത്തെഴുന്നേക്കാൻ. അപ്പോൾ മനുഷ്യൻ്റെ ചിന്താഗതികൾക്ക് വികാസം പ്രാപിക്കാത്തത് കൊണ്ടാണ് മണ്ടത്തരങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. അപ്പം മരിച്ചാൽ ഉടനെ ആരും സ്വർഗത്തിലോ നരകത്തിലോ പോകുന്നില്ല. ദാനിയേലിനോട് എന്താ പറഞ്ഞത്? നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക. ദാനിയേൽ 12:13. നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്? മരിച്ച ഉടനെ നീ ഇഞ്ഞ് പോരെ സ്വർഗത്തിൽ പോയി വിശ്രമിക്കുന്നതല്ല. നീ മരണമാകുന്ന വിശ്രമത്തിലായിരുന്നിട്ട് കാലാവസാനത്തിങ്കൽ കർത്താവ് രണ്ടാമത്തെ വരവെങ്കിൽ നീ എഴുന്നേറ്റ് വരും. പ്രിയമുള്ളവരെ, ഇപ്രകാരം ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറഞ്ഞിട്ടും എന്തെല്ലാം മണ്ടത്തരങ്ങളിലൂടെ ലോകം കടന്നു പോവുകയും മണ്ടത്തരങ്ങൾ വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ മരിക്കുമ്പോൾ ദൈവം ഭൂമിയിൽ നിന്നെടുത്ത മണ്ണ് അല്ലെങ്കിൽ പൊടിയിലേക്ക് തിരികെ ചേരുന്നു. ദൈവം ഊതിയ ജീവശ്വാസം, ആത്മാവെന്ന് പറയുന്നത് ദൈവം ഊതിയില്ല, ജീവശ്വാസം ഊതിയത്. അവൻ ആത്മാവായിട്ട് മാറിയത് എപ്പോഴാ? ദൈവം നിർമ്മിച്ച ശരീരവും ഊതിയ ജീവശ്വാസവും കൂടെ ചേർന്നപ്പോഴാണ് മാൻ ബിക്കം എ ലിവിങ് സോൾ. മനുഷ്യൻ ജീവനുള്ള ആത്മാവായിട്ട് മാറിയത്, ദേഹിയായിട്ട് മാറിയത്. അപ്പോൾ മരിക്കുമ്പോൾ ദൈവം ഊതിയ ജീവശ്വാസം അതിൻ്റെ ഉറവിടത്തിലേക്ക് പോവുകയും പൊടിയിലേക്ക് തിരികെ ചേരുകയും ചെയ്യുന്നു. ഇനി ദൈവം തൻ്റെ ശ്വാസം അയക്കുമ്പോൾ, കാഹളം ധ്വനിക്കുമ്പോൾ ഈ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. അതാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന പച്ചയായ പരമാർത്ഥം. അതുകൊണ്ട് നമ്മുടെ തെറ്റായ ചിന്താഗതികൾക്കൊക്കെ മാറ്റം വരുവാനും വിശുദ്ധ വേദപുസ്തകം എന്ത് പഠിപ്പിക്കുന്നുവോ അത് വിശ്വസിക്കുവാനും. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഏദൻ തോട്ടം മുതൽ ദൈവം പറഞ്ഞിരിക്കുന്നതിൻ്റെ നേരെ വിപരീതം പഠിപ്പിക്കുന്ന ഒരാളുണ്ട്, പിശാച്. ദൈവം പറഞ്ഞു നിങ്ങൾ മരിക്കും, പിശാച് പറഞ്ഞു മരിക്കത്തില്ല. ദൈവം പറയുന്നു നിങ്ങൾ മരണത്തിൽ ഉറക്കത്തിലും വിശ്രമത്തിലുമാണെന്ന്, പിശാച് പറയുന്നു അല്ല, സ്വർഗത്തിൽ അവിടെ പോയി ഇരിക്കുക, അല്ലെങ്കിൽ നരകത്ത് പോയി കിടക്കുവാണെന്ന്. നോക്കി, രണ്ടും വ്യത്യാസം കണ്ടോ? ദൈവം പറയുന്നതിന് നേരെ വിപരീതം പിശാച് ഉപദേശിക്കുമ്പോൾ മനുഷ്യന് ഏറ്റവും കൂടുതൽ താല്പര്യം പിശാചിൻ്റെ ഉപദേശങ്ങൾ വിശ്വസിക്കുവാനാണ്. എല്ലാ കാര്യത്തിലും അങ്ങനെ. നമ്മൾ വേദപുസ്തകം ഒന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് സൂക്ഷ്മമായിട്ട് ലോകത്തെ ഒന്ന് നിരീക്ഷിച്ചാൽ വേദപുസ്തകം പറയുന്നതിന് നേരെ വിപരീതമായ വഴികളിലൂടെ ആ മനുഷ്യൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ല തീരുമാനമെടുക്കാം. തിരുവചനം എന്ത് പറയുന്നുവോ അതനുസരിക്കുവാൻ, ആ വഴിയിൽ സഞ്ചരിക്കുവാൻ, നിത്യജീവനാവകാശികളായി തീരുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് തന്നെയായിരുന്നാലും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമായ സ്വർഗ്ഗസ്ഥ പിതാവേ, നരകളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. മരണത്തിൽ മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് കർത്താവ് ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുവാൻ അവിടുന്ന് സഹായിച്ചതിനായിട്ട് സ്തോത്രം. ഒരു മനുഷ്യൻ മരിച്ചാൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെയും അവൻ മരണമാകുന്ന ഉറക്കത്തിലും വിശ്രമത്തിലുമാകുന്നുവെന്നും കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ മാത്രമേ അവൻ ഉയർത്തെഴുന്നേൽക്കുന്നുള്ളൂ എന്നും അടിയങ്ങളെ മനസ്സിലാക്കിച്ച കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, അടിയങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് വിശുദ്ധിയുള്ള ജീവിതം നയിച്ച് കർത്താവിൽ മരിക്കുവാനും കർത്താവിൻ്റെ വരവിങ്കൽ കർത്താവിൽ ഉയർത്തെഴുന്നേൽക്കുവാനും ആവശ്യമായ കൃപ അടിയങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. പ്രിയമക്കളുടെ ആവശ്യങ്ങൾ, ഭാരങ്ങൾ, നെടുവീർപ്പുകൾ, കഷ്ടതകൾ, കർത്താവെ കടബാധ്യതകൾ, രോഗങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, ജീവിതത്തിൻ്റെ പലവിധമായ പ്രതികൂലങ്ങൾ എല്ലാവരെയും വിടുവിക്കണേ അപ്പച്ച. ദൈവത്തിൻ്റെ കർത്താവിൻ്റെ കാര്യത്തിൽ മുറുകെ പിടിച്ച് അവിടുത്തോട് ചേർന്നിരിപ്പാനുള്ള കൃപ പ്രിയ മക്കൾക്ക് നൽകണമേ. നരകളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. ഇതരങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ നിത്യജീവന് മുഖാന്തരമാക്കി തീർക്കണമേ. സകലമാനവും മഹത്വം കർത്താവ് എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ,
ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയ് ഹിന്ദ് ചാനലിലുള്ള ഈ സംപ്രേഷണങ്ങൾ കാണുക, കേൾക്കുക, മറ്റുള്ളവർ പറയുക. യൂട്യൂബിലും കാണാം. ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ ദൈവത്തിൻ്റെ വചനത്തിൽ വളരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത്? വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം? ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത്? വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ? വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ്? വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധമെന്താണ്? തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം. 272 പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില 75 രൂപയാണ്. പുസ്തകം VPP ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താല്പര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് SMS ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക. നമ്പർ 9740979977. ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഇത് തിരുവചന സത്യം. ക്രൈസ്തവ ലോകത്ത് പരക്കെ പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് 130 രൂപയാണ് വില. എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു. നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9847906636. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബ മാസിക. തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക. സമകാലിക സംഭവങ്ങൾ, ആരോഗ്യ ശാസ്ത്രം, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു. വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9495955082. വാർഷിക വരിസംഖ്യ വെറും 150 രൂപ മാത്രം.